ഫ്രാൻസിൻ്റെ ഫെമിനിസ്റ്റ് ഹീറോ എന്നറിയപ്പെടുന്ന ജിസേൽ അവരുടെ ഭർത്താവിനെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിൽ കഴിഞ്ഞ ദിവസം ജയിച്ചു. ഒരു പതിറ്റാണ്ടോളം അവരുടെ ഭർത്താവ് അവർക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് അന്യപുരുഷന്മാരെ വീട്ടിൽ വിളിച്ച് കയറ്റി. അതിൻ്റെ വീഡിയോസ് എടുത്തു വെച്ചു. ജിസേലിന് ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നില്ല. 2020 സൂപ്പർ മാർക്കറ്റിൽ ചില സ്ത്രീകളുടെ ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ ഭർത്താവ് കസ്റ്റഡിയിലായി. പോലീസുകാർ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇയാളുടെ കമ്പ്യൂട്ടറിൽ ബലാത്സംഗ വീഡിയോസ് ഇങ്ങനെ ചിട്ടയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ജിസേൽ അറിയുന്നത് ഇയാൾ എന്നെ ഉപയോഗിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് കൂടുതൽ കേസിന് പോവുക. 2020 2 ദിവസം മുമ്പ് വിധി വന്നു. 20 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്നു ഭർത്താവ് ഡൊമിനിക്കിന്. ഈ ജിസേലിന് 72 വയസ്സുണ്ട്. പല ആൾക്കാരും വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം, ഈ സമയത്ത് നീ ഒരു കേസിന് പോകേണ്ട, അതങ്ങ് വിട്ടുകളെ, ക്ഷമിച്ചു കളയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ജിസേൽ പോരാടി. അതും രഹസ്യ കോടതിയിലല്ല, പരസ്യമായിട്ട് വിചാരണക്ക് നിന്നു. അതിനുവേണ്ടി കോർട്ടിൽ അവർ കയറേണ്ടി വന്നു, അവർ മുഖം കാണിക്കേണ്ടി വന്നു, പത്രക്കാരോട് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ അവർ ധീരമായിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? ലജ്ജിക്കേണ്ട ഞാനല്ല, എന്നോട് ക്രൂരത കാട്ടിയവരല്ലേ, അവരെക്കുറിച്ച് ലോകം അറിയട്ടെ. ഇങ്ങനെ ബോൾഡായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അത് അവരുടെ. ഇത് ഗോസ്പിളിൽ നമ്മൾ വളരെ ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയാണ് കാണുന്നത്, എലിസബത്ത്. ഞാൻ എലിസബത്ത് ബോൾഡ് എന്ന് പറയാൻ കാരണമേ, എലിസബത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മേരി, ജോസഫ്, സക്രിയാസ്, ഇവർക്കൊക്കെ മാലാഖമാർ വന്ന് ഇങ്ങനെ അവരെ ബലപ്പെടുത്തുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എലിസബത്തിൻ്റെ അടുത്ത് ഒരു മാലാഖയും വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു മാലാഖയും വരാതിരുന്നിട്ടും എലിസബത്ത് എത്ര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ഗോസ്പലിൽ എലിസബത്തിൻ്റെ കുഞ്ഞിന് നാട്ടുകാരെ പേരിടുന്നേ, അവർ സക്രിയാസിന് പേരിടണമെന്ന് പറയുമ്പോൾ എലിസബത്ത് പറയുന്നു അങ്ങനെയല്ല, അവൻ്റെ പേര് ജോൺ എന്നാണ്. അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്ത്, അവർ നേരെ സക്രിയാസിൻ്റെ അടുത്ത് എന്ന് പറയാണ്. സക്രിയാസ് എഴുതി കാണിച്ചു അവൻ്റെ പേര് ജോണാണ്. ബോൾഡായിട്ട് പാരൻസ് ഡിസിഷൻ എടുക്കണം, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ജോണാണ്, അത് ദൈവം ഇട്ട പേരാണെന്നേ, അത് നിങ്ങളാരും തിരുത്തണ്ട. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണണം. നമ്മളാണ് കാണേണ്ടത്, അത് നമുക്ക് ചുറ്റുമുള്ള നാട്ടുകാരൊന്നുമല്ല. നമ്മൾ കാണണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്വപ്നം. അതിൽ ബോൾഡാവണം.